ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു 7 മിനിറ്റ് വാക്കിൽ ഒരു നേച്ചർ റിസർവ് ഉണ്ട്. സോ നമ്മൾ അവിടം വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് തീരുമാനിച്ചു. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി, 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 4:15 ആകുമ്പോഴേക്കും ഇരുട്ടാവും, ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട്. പക്ഷെ വീഡിയോയിൽ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്, അത്യാവശ്യം ക്ലിയർ ആയിട്ട് സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നേരിട്ട് ഈ ഒരു ടൈമിൽ ഇരുട്ടാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലേസിലോട്ട് പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ റൂട്ടെങ്കിലും ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നടന്ന് മുന്നോട്ട് പോകും തോറും അതൊരു ഇടവഴിയായി മാറി. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാനില്ല, എന്നാൽ ഇരുട്ടായിട്ടുണ്ട്. മഴ പെയ്ത് നല്ല ചെളിയായിട്ട് കിടക്കാണ്. മുന്നോട്ട് നടന്നു പോകും തോറും ഒരു സൈഡ് റിവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ചെളി ആയതുകൊണ്ട് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇരുട്ടായിക്കൊണ്ട് വരാണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നേച്ചർ റിസർവ് ആയതുകൊണ്ട് വല്ല ആനിമൽസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ പാമ്പുണ്ടാവുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട്, തിരിച്ചു പോവാ, നല്ല ഇരുട്ടാവുകൊണ്ട് എനിക്ക് പേടിയാവുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, മുന്നോട്ട് നടന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയോണ്ടിരിക്കുകയാണ്. പേടിച്ചാണ് ഞാൻ മുന്നോട്ട് നടന്നത്. പക്ഷേ ഈ വഴി ആക്ച്വലി കാണുന്ന പോലെയല്ല. ഇതിൽ കൂടെ അത്യാവശ്യം ആൾക്കാർ പെറ്റ്സിനെയൊക്കെ കൊണ്ട് നടക്കാൻ പോകുന്ന ഒരു വഴിയാണിത്. നമ്മളിതിൽ കൂടെ നടന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെ കണ്ടു. ഒരു ലേഡി നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉള്ളിലേക്ക് പോകും തോറും അത്യാവശ്യം നല്ല ചെളി പിടിച്ച് കിടക്കാണ്, മഴയൊക്കെ പെയ്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഇങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. ഈ ഒരു സ്ഥലം എത്തിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ പക്ഷെ നല്ല വെട്ടത്തിലാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് സത്യം പറഞ്ഞൊരു ഹൊറർ മൂവി കാണുന്നൊരു ഫീലായിരുന്നു. ഞാൻ പേടിച്ച് വിറച്ച് തിരിച്ചു പോവാ, മുന്നോട്ടിങ്ങി പോകണ്ടെന്നും പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ പറഞ്ഞു, കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് മുന്നോട്ട് നടന്നു പോകണതാണ്. കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്റ്റെപ്പ് കണ്ടു. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആക്ച്വലി ഒരു കനാലായിരുന്നു. ആ ഇരുട്ടത്തിനും കാട്ടിൽ നിന്നും ഇങ്ങോട്ട് കയറി ഈ ഒരു വെട്ടത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു പുതുജീവൻ കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ കുറച്ച് ഇരുട്ടിയെത്തിയത് കൊണ്ട് അധികം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനൊന്നും സമയം കിട്ടിയില്ല, വെട്ടവും ഉണ്ടായിരുന്നില്ല. ഈ കനാലിൻ്റെ പല സൈഡുകളിലായിട്ട് കുറേ ക്യാരബോട്ട്സ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പല ഏരിയാസിലുള്ള ആൾക്കാർ വാട്ടർ ത്രൂ ബോട്ട് മാർഗം ഓരോ ടൗൺ വന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ട് തിരിച്ചു പോവുക, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ ക്യാരബോട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ആയിരിക്കാം. പിന്നെ കനാലിൽ ഇതേ ഒരു കൂട്ടം താറാവ് ഉണ്ടായിരുന്നു. അവരെന്തോ അടിപിടിയായിരുന്നു.
ഇവിടുന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കനാൽ ത്രൂ സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ റോഡ് എത്തും. സോ റോഡ് എത്താറായതിൻ്റെ സന്തോഷത്തിൽ ഞാൻ തുള്ളിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുള്ള് ചെളിയായിരുന്നു. നമ്മുടെ 2 പേരുടെയും ഷൂസ് ചെളിയിൽ കുളിച്ചിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ റോഡെത്തി. ഇനി നമ്മൾ നേരെ ടെസ്കോയിലേക്കാണ് പോണേ. ടെസ്കോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി. സോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു.